നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോള്. ഇന്നത്തെ ചീര ഇലകൾ അറിയാം. ചീരകൾ നമ്മുടെ വീട്ടിൽ പലതരങ്ങളുണ്ട്. ആ തരത്തിലുള്ള ചീരകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ചീര പാലക് ചീര അല്ലെങ്കിൽ പച്ചച്ചീര എന്നറിയപ്പെടുന്ന ചീരയാണ് ഈ കാണുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പോഷകസമ്പന്നവും മറ്റും ഫൈബറും അടങ്ങിയതാണ് ഈ ചീര. നടന്നു പറഞ്ഞാൽ മണ്ണ് നല്ലപോലെ കളച്ച് കുമ്മായൊക്കെ ഇട്ട് വിതറി 15 ദിവസം ശേഷം അരിയിട്ട് പാകിയതാണ് ഇത് പച്ചച്ചീര. ഒരു മൂട് നമ്മളത് മുറിച്ചെടുത്ത് വീണ്ടും അത് ശാഖള ഇഷ്ടം പോലെ നമുക്ക് വീണ്ടും മുറിച്ചെടുക്കാം. ഇതിന് അടിസ്ഥാന വളമായി കാലിവളം, പിന്നെ ഉണങ്ങിയതും, അതിനുശേഷം വേപ്പിൻ മണ്ണാക്ക് കുതിർത്തും അല്ലെങ്കിൽ കോഴി വളം കൂടെ ഇട്ടൊക്കെ കൊടുത്താണ് ഇങ്ങനെ ഇട്ട് വളർത്തുന്നത്. വലിയ പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ അരി തന്നെ എടുത്ത് നമുക്ക് വീണ്ടും മറ്റു സ്ഥലത്ത് ഇതുപോലെ പാകി കിളിപ്പിച്ചാൽ വീണ്ടും നമുക്ക് 365 ദിവസവും നമ്മുടെ വീട്ടിൽ ചീര തോരൻ വെക്കുകയും മറ്റു കറികളിലും ഉപയോഗിക്കാം. തണ്ടോ അതിലേറെ ഗുണങ്ങളാണ്. ആ തണ്ടെടുത്ത് നമുക്ക് സാമ്പാറിലോ മറ്റോ ഇടാം. വേറൊരു ഭക്ഷ്യയോഗ്യമായ ഒരു ഇലയാണ് കോവൽ ഇല. കോവയ്ക്ക പിടിക്കുമ്പോൾ അതിൻ്റെ തളിർത്ത ഇല വേണം അത് നമുക്ക് തോരൻ വെക്കാൻ എടുക്കാൻ. അതും നല്ല ടേസ്റ്റാണ്. നല്ല ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മിക്ക വീട്ടുകളിലും ഉള്ളതാണ് ഈ കോവയ്ക്ക അല്ലെ കോവൽ. പണ്ട് കാലങ്ങളിൽ ഈ പശുവിന് അകിട് വീക്കം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇല അരച്ച് അതിനെ അകിടിൽ തേക്കാറുണ്ട്. അത് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാറുണ്ട്. കോവൽ നടുന്നത് മൂത്ത കമ്പ് നോക്കിയാണ് വെട്ടിയാണ് നടുന്നത്. അതിങ്ങനെ നമുക്ക് 365 ദിവസവും കോവയ്ക്ക പറിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇലയും തളിരില പറിച്ച് നമുക്ക് തോരൻ വയ്ക്കുകയും ചെയ്യാം. വേറൊരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് കണ്ണിനെ പൊന്നാക്കുന്ന പൊന്നാണി ചീര. ഒരു മൂടിട്ടാൽ പിന്നെ അതിൻ്റെ മണ്ട പിച്ചി അതിന് തണ്ടെടുത്ത് കുത്തിയെടുത്താൽ കാട് കൂടെ വളരും. പിന്നെ ചീരകളെല്ലാം നടുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ വേണം നടുവാൻ. വേറെ ചീര പോലെതാണ് മത്തൻ്റെ ഇലയും തളിരിലയാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് വെച്ച് കഴിച്ചാലും. അതിനുൾപ്പെടെ പൂവും ഇതിൻ്റെ തോരൻ വെക്കാൻ എടുക്കുന്നുണ്ട്. ചീരയാണ് ചുവപ്പ് ചീരയും നല്ല രീതിയിൽ ടേസ്റ്റാണ്. ഈ പച്ചച്ചീരയും ചുവപ്പും ചീരയും കൂടെ ഒരുമിച്ച് ഇടകലർത്തി നട്ടാൽ അത് രോഗപ്രതിരോധ ശേഷി കൂട്ടും. വലിയ രോഗങ്ങൾ വരത്തില്ല ഈ ഇലകൾക്ക്. ചീരകൾ എന്ന് പറഞ്ഞാൽ ചായമൻസ്, ചീരച്ചേമ്പ്, കുറ്റിച്ചീര, സാമ്പാർ ചീര, അങ്ങനെ പലതരം ചീരകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. വെൽവെറ്റ് ചീര, മൈസൂർ ചീര എന്നൊക്കെ അറിയപ്പെടുന്ന വെൽവെറ്റ് ചീര. പോഷകങ്ങളുടെ കലവറയാണ് ഇതെല്ലാം. പിന്നെ മുരിങ്ങയില കഴിക്കുന്നതിലൂടെ നമ്മുടെ കണ്ണിനെ പൊന്നാക്കുക തന്നെ ചെയ്യും. വളർത്തുക, സംരക്ഷിക്കുക, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക.